ഗൈസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും ഞാൻ എന്തിനെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. അത് തന്നെ എന്തുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്, ആരൊക്കെയാണ് എന്നെ ഇതിന് സപ്പോർട്ട് ചെയ്ത ആൾക്കാർ, അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ പിന്നിലുള്ള കഥ, അതാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. സിനിമയിലെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കണ്ടിട്ടില്ല എന്തെങ്കിലുമൊക്കെ വരുന്നത്, എനിക്ക് അങ്ങനെ ചെയ്യാനൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് കൊടുത്താണ്. അപ്പൊ ഈ കൊറോണയൊക്കെ തുടങ്ങിയ സമയത്ത് യൂട്യൂബ് ഭയങ്കര ഹിറ്റ്. അപ്പൊ എന്നെ പോലെ തന്നെ ഒരുപാട് പേരുടെ മനസ്സിലുണ്ടായ ഒരു ആഗ്രഹമാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അല്ലേ. പക്ഷെ പലർക്കും അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ ഞാനും ആ സമയത്ത് ഒരുപാട് വ്ളോഗ് എടുക്കും, അതെല്ലാം എന്റെ ഗാലറിയിൽ ഇപ്പോഴും സ്റ്റോർ ആയിട്ടിരിക്കുന്ന സാധനങ്ങളാണ്. അതൊക്കെ വ്ളോഗ് എടുക്കുക, എന്റെ അനിയത്തിനോട് പറയും യൂട്യൂബ് ചാനൽ തുടങ്ങുക, യൂട്യൂബ് ചാനൽ തുടങ്ങുക. അപ്പത്തേക്ക് അവള് ഒരു ചാനൽ തുടങ്ങി വരും, പാവം കൊച്ച്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, നൈസായിട്ട് അവളെങ്ങ് തേക്കും. ഞാൻ പറയും എന്റെ പബ്ലിക് ഇമേജ് ഇതൊന്നും വേണ്ട, ഞാൻ പറഞ്ഞവളെ നീ ഇതിലെ ചാനൽ തുടങ്ങിയെന്നൊക്കെ ചോദിച്ചു ഞാൻ അങ്ങ് ദേഷ്യപ്പെടും. ഇതാണ് ഇവിടെ വർഷങ്ങളായിട്ട് ഇതായിരുന്നു സംഭവിക്കാറ്. അങ്ങനെ 2025 ഞാൻ ഒരു റെസൊല്യൂഷൻ എടുത്തു, യൂട്യൂബ് ചാനൽ തുടങ്ങിയേക്കാം. അങ്ങനെ ഞങ്ങൾ ഓപ്പറേഷൻ തിയേറ്റർ, ഞാൻ ഇനി OT-ന്നായിരിക്കും പരാമർശിക്കുക, തിയേറ്ററിൽ വരുമ്പോഴത്തേക്കും കുറച്ചിങ്ങ് വലുതായി പോകും. അപ്പൊ ഓറ്റിലെത്തി അവിടുത്തെ ഒരു ചേട്ടൻ കേട്ടോ, കിരൺ എന്നാണ് ചേട്ടൻ്റെ പേര്. അപ്പൊ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ എനിക്കിങ്ങനെ വ്ലോഗ് ചെയ്യാനും യൂട്യൂബിൽ വീഡിയോ ഇടാനൊക്കെ ഭയങ്കര ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പൊ ചേട്ടൻ ആ സമയത്ത് നല്ല മെച്ചോർഡായിട്ട് പറയാണ് എൻ്റെ അടുത്ത്, എന്നെ ഉപദേശിക്കാൻ കേട്ടോ. നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഇതിനൊക്കെയുള്ള പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊന്ന് ചെയ്തു കൊടുത്താൽ മതി. ആൾക്കാർ എന്ത് പറയുന്നത് നോക്കണ്ട, നമ്മുടെ ആഗ്രഹം ചെയ്യണം, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പ്ലാറ്റ്ഫോം എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞ ചേട്ടനെ എനിക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. അന്ന് രാത്രി തന്നെ ഞാൻ ഫുള്ളി ഇൻസ്പിറേഷനായി വന്ന് വീട്ടിൽ വിളിച്ച് പറഞ്ഞു, വാവാച്ചിനോട് ചാനൽ തുടങ്ങി ഭാവി. അപ്പൊ തന്നെ കൊച്ചു ചാനൽ തുടങ്ങുന്നു, എനിക്ക് തോന്നിയ ഒരു വീഡിയോ അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ വീഡിയോ ഇട്ട് ചാനൽ തുടങ്ങി. അങ്ങനെ ആദ്യത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് രേഖാചിത്രം ഇറങ്ങിയ ഒരു സമയമായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചെന്താ മൂവി വ്ലോഗ് ചെയ്യാന്ന്. അപ്പൊ ഞാൻ ഫുൾ ടൈം ഈ ഫോൺ എടുത്ത് മൂവി വ്ലോഗും ചെയ്ത് നടക്കുക. അപ്പം എന്റെ കൂടെയുള്ള ചേച്ചി അയറൻ ചേച്ചിയാണ്. അപ്പൊ ചേച്ചിക്കാണെങ്കിലും കുഴപ്പമില്ല, കാരണം ചേച്ചി എപ്പോഴും കാണുന്നത് ഞാൻ ഈ ഫോൺ പിടിച്ച് വ്ലോഗ് എടുത്ത് നടക്കുന്നത്. അപ്പൊ ഞാൻ ചേച്ചിയോട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചേച്ചിയോട് പക്ഷെ പറയുന്നുണ്ട്, ഇത് എന്തായാലും ഞാൻ വ്ലോഗ് ഇട്ട് ഇറക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ചേച്ചി വിശ്വസിച്ചില്ല കേട്ടോ. അങ്ങനെ എന്ത് ചെയ്തു ഗൈസ്, സംഭവം എനിക്ക് വ്ലോഗൊക്കെ എടുത്തു, ഞാൻ വോയിസ് ഒക്കെ കൊടുത്ത് അങ്ങനെ വ്ലോഗ് ഇട്ടു, ചേച്ചി പെട്ടു. അതാണ് സംഭവിച്ച കഥ. അപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങാണ്ടായ റീസൺ എന്ന് പറയുന്നത് എന്താ, എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹം, നമ്മുടെ ഡ്രീംസ് ആണല്ലോ ഗൈസ്. അപ്പൊ ഇത് ഒരു സത്യമാണ്, ആ സ്വപ്നം സത്യമാവണം എനിക്ക് എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹമാണ് ഒന്നാമത്തെ റീസൺ. പിന്നെ നമുക്കാണെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടാവില്ല ഗൈസ്, നമ്മൾ ഡിപ്പെൻഡന്റിൽ നിന്നും ഇൻഡിപെൻഡന്റ് ആവണമെന്ന്. എപ്പോഴും നമ്മുടെ പാരന്റ്സിന് എല്ലാത്തിനും അത് താ അവരെന്തായാലും തരും, കാരണം അച്ഛനും അമ്മയിലോട് നമുക്ക് ആരെല്ലാം ചെയ്തു തരിക അല്ലേ, അവരൊക്കെ നമുക്ക് ചെയ്തു തരും. പക്ഷെ എന്നാലും നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവും, എപ്പോഴേലും നമ്മളൊന്ന് ഇൻഡിപെൻഡന്റ് ആവണം. ആ ഒരു ആഗ്രഹത്തിന്റെ പിന്നിൽ കൂടി തുടങ്ങിയതാണ് ഈ സംരംഭം എന്ന് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ സംരംഭം തുടങ്ങാൻ നിങ്ങളൊന്ന് ഹിറ്റാക്കി സഹായിക്കണം. ഇനി എൻ്റെ സപ്പോർട്ടേഴ്സിലോട്ട് കടക്കുകയാണ്. സപ്പോർട്ടേഴ്സിനെ പറ്റി പറയുമ്പോൾ ഫസ്റ്റ് തന്നെ പറയേണ്ട സപ്പോർട്ടർ എൻ്റെ അനിയത്തി. ഇപ്പൊ ഇതിന്റെ ബാക്കിലിരുന്ന് വീഡിയോ എനിക്ക് എടുത്തു തരുന്നത് അവളാണ്. അവൾ ഈ ഉള്ളിലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെയാണ് എൻ്റെ അനിയത്തി എടുത്തു തരാറ്. പുറത്തുള്ള വീഡിയോസ് ഒക്കെ അവൾ എടുത്തു തരാറില്ല, കാരണം എൻ്റെ കുട്ടിക്ക് പുറം അലർജിയാണ്. അതുകൊണ്ട് ഉള്ളിലുള്ള വീഡിയോസ് എടുത്തു തരുന്നതും അത് അപ്ലോഡ് ചെയ്യുന്നതും ഒക്കെ എൻ്റെ അനിയത്തിയാണ്. അനിയത്തിനെ പറ്റി പറയുമ്പോൾ ചേച്ചി, ഞങ്ങൾ 3 പിള്ളേരാ, ചേച്ചിനെ പറ്റിയും പറയണം. ചേച്ചി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ വീഡിയോസിന്റെ അടിയിലൊക്കെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഒരു പൊട്ട കമന്റ് കണ്ടാൽ അതൊക്കെ ചിന്തിച്ചോളൂ, അതെന്റെ ചേച്ചി, അതൊക്കെ എൻ്റെ ചേച്ചി ഇടുന്നതാണ്. അതും ഒരു കണക്കിന് അതും ഒരു സപ്പോർട്ട് തന്നെയാണ് ഗൈസ്. കമന്റിന്റെ എണ്ണം കൂടാണല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും നമ്മുടെ പുറകെ എപ്പോഴും ഇങ്ങനെ പെസ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റർ അല്ലേ, അതാണ് എൻ്റെ ചേച്ചി, അതാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു സിസ്റ്റർ വൈബ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു സിസ്റ്റർ ഉണ്ടെങ്കിൽ മെൻഷൻ ചെയ്യണം കേട്ടോ, പേര് വെച്ച് മെൻഷൻ ചെയ്തു, അവർക്കിട്ട് ഒരു പണിയാവട്ടെ ഗൈസ്. എന്നിട്ട് ഇവരുണ്ടാള്, പിന്നെ എൻ്റെ അച്ഛനും അമ്മയും. ഇപ്പൊ ചില വീട്ടിലൊക്കെ ഉണ്ടാവും അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ വിചാരിക്കും, ദൈവം ഈ കൊച്ചിന് എന്നാത്തിന്റെ കേടാ, നാട്ടുകാരെന്ന് പറയും, വീട്ടുകാരെന്ന് പറയും, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന അച്ഛനും അമ്മ ഉണ്ടാവും. ആ ഒരു ഇതില് എൻ്റെ സൈഡ് സേഫ് ആണ് ഗൈസ്. എൻ്റെ അച്ഛനമ്മ ഒന്നും പറയാറില്ല. എൻ്റെ വീഡിയോ തന്നെയും പിന്നെയും കണ്ട് മാറി ഇരുന്ന് ചിരിക്കലാണ് അവരുടെ പണി. അതായത് ഫുൾ ടൈം ഇപ്പൊ ഞാൻ ഒരു വീഡിയോ ഇട്ട് അത് 5-6 വർഷം അവർ തന്നെ ഇരുന്ന് കാണും, അവർ തന്നെ ഇരുന്ന് ചിരിക്കും, അവർ തന്നെ അവരുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കും, അങ്ങനെയാണ്. പിന്നെ എൻ്റെ അമ്മയുടെ ചില ഫ്രണ്ട്സൊക്കെ ഉണ്ട്, ചില ഫ്രണ്ട്സ് ഞാൻ വീഡിയോ അയച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ അവരുണ്ട് ചോദിക്കും, ദൈവമേ എൻ്റെ ദുലു, ഇത്രയും നാള് നിനക്ക് വട്ടാകുമ്പോൾ ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളായിരുന്നു, ഇപ്പൊ നാട്ടുകാർ മൊത്തം അറിയാം നിനക്ക് വട്ടായി, അങ്ങനെയൊക്കെ പറയുന്ന നല്ല ഒരു മീൻസ് ഒരു സെറ്റ് ഓഫ് ഫ്രണ്ട്സ് ആണ് എൻ്റെ അമ്മയ്ക്കാണെങ്കിലും അച്ഛനാണെങ്കിലും എനിക്കാണെങ്കിൽ പോലും ഉള്ളത്. അപ്പൊ എൻ്റെ ഫ്രണ്ട്സ് 2 ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്, റിസു, നിഹ. ഞാൻ റിസ്ല നിഹാലാണ് പേര്, പക്ഷെ ഞാൻ റിസു നിഹ എന്നാണ് വിളിക്കാറ്. ഞാൻ എന്ത് വീഡിയോ എടുത്താലും, അതായത് പൊട്ടയായിക്കോട്ടെ നല്ല ആയിക്കോട്ടെ, അപ്പൊ അവർ പറയുന്നത് എന്റെ ദുലു സൂപ്പർ, ഈ വീഡിയോ ദുലു അല്ലാണ്ട് വേറെ ആരെയും ഈ വീഡിയോ ചെയ്താൽ അത് ഫ്ലോപ്പാ, പക്ഷെ ദുലു ചെയ്താൽ അത് സൂപ്പർ. ഞാൻ എന്ത് ചെയ്താലും പിള്ളേർ പറയും അത് സൂപ്പറാണ്. ചിലപ്പോൾ അവർക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, എങ്കിൽ കൂടി അവർ പറയും അത് നല്ലതൊരു, ഇനിയിപ്പോ എന്തെങ്കിലും ഒരു പാളിച്ച അവർക്ക് തന്നെ, പക്ഷെ എന്നെ വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ. അപ്പൊ അവർ പറയും എന്താ
ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഇത് ഒന്നും കൂടി എടുക്കാം, ഞങ്ങൾ ഒന്നും കൂടി എടുത്തു തരാം, അങ്ങനെ പറയും. സെറ്റ് പിള്ളേരാണ്. ഇനി വീണ എൻ്റെ കൂടെ +1 +2 പഠിച്ച കൊച്ചാണ്. ഞാനിപ്പം ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇട്ട എല്ലാ വീഡിയോസും അവൾ കണ്ടിട്ടുണ്ട്. എല്ലാ വീഡിയോ ഇട്ട് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് കണ്ട് എനിക്ക് കമന്റ് തരും. അതായത് നല്ലതാണേലും നല്ലത് കാര്യങ്ങൾ പറയും, അതിൽ എന്തെങ്കിലും ഒരു മോശം വരട്ടുണ്ടെങ്കിൽ മോശം വന്ന കാര്യങ്ങളും പറയും. അതായത് വളരെ എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. അതായത് അവൾ എന്നെ അത്രയും പ്രഷ്യസ് ആയിട്ട് കാണുന്നത് എന്ന് പറഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ ജോഷി സാറിനെ പറ്റി ഞാൻ ഓൾറെഡി ഇന്നലത്തെ വ്ളോഗിൽ പറഞ്ഞു കഴിഞ്ഞു. സാർ ഓൾറെഡി അടിപൊളിയാണ്. അതായത് എനിക്ക് എൻ്റെ എന്തെങ്കിലും ഒരു ഫിയർ ഉണ്ടായിരുന്നെങ്കിൽ അത് കുട്ടിക്കാലം തൊട്ടേ മാറാൻ സഹായിച്ച ഒരു വ്യക്തിയാണ് സാറ്. പിന്നെ എൻ്റെ OTയിലുള്ള ഒരുപാട് സ്റ്റാഫ് എന്ന് പറയുമ്പോൾ എൻ്റെ സാറുമാർ, റൌഫ് സാർ, ആനന്ദ് സാർ, ഇങ്ങനെ എല്ലാവരും അടിപൊളിയാണ്. അവരെന്താ എല്ലാത്തിനും എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഇതാണ്, ടീംസാണ്. എന്താന്ന് വെച്ചാൽ എന്തുണ്ടെങ്കിലും അവര് ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പൊ OTയിൽ വരും, OTന്ന് താഴെ നിന്നൊക്കെ ചിലപ്പം ഞങ്ങളുടെ വേറെ അനസ്തീഷ്യ ടീമൊക്കെ വരാറുണ്ട്. അപ്പൊ അവരോടൊക്കെ ഞങ്ങളുടെ സാറ് പറയും, ഈ കൊച്ചൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ എനിക്കൊരു ചമ്മലായിട്ട് ഇങ്ങനെ മാറിയിട്ട് നിൽക്കുമായിരിക്കും കേട്ടോ, ഞാൻ പറയാനൊരു മടി കാരണം. പക്ഷെ സാർ അത് പറയുമ്പോഴത്തേക്കും എനിക്ക് അയ്യോ സാർ പറഞ്ഞു ആയിരുന്നില്ല, പക്ഷെ എന്താ ഭയങ്കര ഞാൻ ആ സമയം ഒരു പ്രൗഡും കൂടി ആവാറുണ്ട്. പിന്നെ ഞാൻ സാറിനോട് പറഞ്ഞായിരുന്നു, എൻ്റെ ചാനൽ തുടങ്ങി ഈ ചാനൽ ഹിറ്റാണെങ്കിൽ എല്ലാ ദിവസമുള്ള വൈകുന്നേരത്തെ ചായം കടിഞ്ഞ് സ്പോൺസർ ചെയ്യാണ്. അത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രാവിലെ 7 മണിക്കൊക്കെ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇറങ്ങുമ്പോൾ 5, 10 ആ ഒരു ടൈം ലിമിറ്റൊക്കെ ആവും. അങ്ങനെയാണ്. അപ്പം ഇതൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ ലിസ്റ്റാണ്. പിന്നെ എനിക്ക് പറയാനുള്ള ഷെമ്മി സാർ അടിപൊളിയായിട്ടുള്ള ഒരു സാറാണ്. സാറിനെ പറ്റി ഞാൻ പറയുന്നില്ല ഗൈസ്, കാരണം പറഞ്ഞ് എനിക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി എൻ്റെ വീഡിയോ കുറച്ച് ലാഗാണ്. സാറിനെ പറ്റി പറഞ്ഞാൽ കുറേ പറയാനുള്ളത് കൊണ്ട് എത്താത്തില്ല. സാറിനെ പറ്റി ഞാൻ സാറിൻ്റെ കൂടെ ഞാനൊരു വ്ളോഗ് ചെയ്യും, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് പറയാൻ ഞാൻ ഈ വീഡിയോയിൽ. പിന്നെന്താ ഇത്രയൊക്കെയുള്ളൂ. ഇതൊക്കെയാണ് എൻ്റെ കുട്ടി കാര്യങ്ങൾ. ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതൊന്നും കാണാത്തതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആവും. ഞാൻ ചെയ്ത ബ്ലോഗിൽ ഇൻട്രസ്റ്റിംഗ് ആവും. അപ്പൊ അടിപൊളിയായെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി അഥവാ ഈ മെൻഷൻ ചെയ്ത ആരെങ്കിലും, അതായത് ഞാനിപ്പോൾ മെൻഷൻ ചെയ്തതിൽ എൻ്റെ പറയാൻ വിട്ടുപോയ ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ട്, അതായത് ഞാൻ മെൻഷൻ ചെയ്യാന്ന് ഇപ്പൊ പ്രതീക്ഷിച്ചു, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കമന്റ് സെക്ഷൻ വന്നിട്ടോ. എന്നാലും ദുലു നീ എന്നെ മെൻഷൻ ചെയ്തില്ലല്ലോ, എന്നാലും ദുലു എന്നോട് നീ ഇത് ചെയ്യണ്ടായിരുന്നു, അങ്ങനെയൊക്കെ വന്നിട്ടോ ഗൈസ്. അടുത്ത വീഡിയോ ഇറങ്ങുമ്പോൾ നിങ്ങളെ ഞാൻ മെൻഷൻ ആക്കിയിരിക്കും. അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ അപ്പുറത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും, അതും കൂടി എന്ത് ചെയ്യണം, പ്രസ് ചെയ്യണം. എന്നാലാണ് എൻ്റെ വീഡിയോസ് ഒക്കെ വരുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും കാണാനും കാണാതിരിക്കാനും കഴിയുള്ളൂ. ആ ബെൽ ബട്ടൺ അമർത്തുക. ഇതൊക്കെയാണ് കാര്യങ്ങൾ. അയ്യോ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ശാലു ചേട്ടൻ സൂപ്പറാ, ആലൻ അടിപൊളിയാ. ഇത് ഞാൻ അവരോട് യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ പറയുന്നത് അതാണ്. ഇത് രണ്ടും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള 2 പേഴ്സൺസ് ആണ്. ഇവരെ പറ്റി ഞാൻ വരും വ്ളോഗുകളിൽ പറയുന്നതായിരിക്കും. സോ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ചില്ലുപൊളിയായിട്ടിരിക്കുക. ഹലോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ സ്പെഷ്യൽ ഗസ്റ്റിനെ മീറ്റ് ചെയ്യേണ്ട സമയമാണിത്. മീറ്റ് മിസ് നിക്കി. നിങ്ങൾ ആട് ജീവിതം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇതാണൊരു കൂട് ജീവിതം. എൻ്റെ അനിയത്തി കൂട്ടിലിട്ട് പൊന്നുപോലെ വളർത്തുന്ന അവളുടെ സ്വന്തം പൂച്ചയാണ് നിക്കി പൂച്ച. ഈ ജാടിയിട്ട് നിൽക്കുന്ന പൂച്ചയാണ് നിക്കി പൂച്ച. ദിസ് വീഡിയോ സ്പോൺസർഡ് ബൈ നിക്കി. ജസ്റ്റ് റിമെമ്പർ ഹർ നെയിം. ഓക്കെ, മതി നിനക്കുള്ള സ്ക്രീൻ ടൈം കഴിഞ്ഞു. പൊക്കോ. എന്നെക്കാളും ഗ്ലാമറുള്ള ഒരാളും ഇനി ഈ സ്ക്രീനിൽ വേണ്ട. പൊക്കോ.